ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ഹിൽ പാലസിന് മുമ്പിലാണ്. എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറാണ്. ഒരാൾക്ക് 30 രൂപയും പിന്നെ ഫോട്ടോ എടുക്കാൻ 20 രൂപയും വാങ്ങുന്നു. അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ചെളിയൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തൊട്ടു മുമ്പിലായി വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ മനോഹരമായ ഹിൽ പാലസിൻ്റെ മുന്നിലെത്തി. വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മണിച്ചിത്രത്താഴ് എന്ന സിനിമ മലയാളികളുടെ വികാരമായി മാറുകയായിരുന്നു. അതുകൊണ്ട് ഹിൽ പാലസ് കാണാൻ പോകുമ്പോൾ മനസ്സിൽ ഗംഗയും നകുലനും ഡോക്ടർ സണ്ണിയും എല്ലാം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ചുറ്റുപാട് നടന്ന് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഇത്. ഒരു കാലം കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു. ഇത് 1865 തൃപ്പൂണിത്തറയിൽ പണി കഴിപ്പിച്ചു. 54 ഏക്കറിൽ 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഇതാണ് ഈ കൊട്ടാരം. കൊട്ടാരത്തിന് ചുറ്റും ഔഷധ സസ്യങ്ങളും ഉണ്ട്. ചുറ്റിലും തട്ടായി നിർമ്മിച്ച പൂന്തോട്ടവും കുളങ്ങളും നമ്മളെ അത്ഭുതപരതന്ത്രരാക്കും. ആ പൂന്തോട്ടത്തിലിരുന്ന് ചുറ്റിലും കണ്ണോടിക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്തെന്നില്ലാത്ത സ്വസ്ഥത തോന്നും. മാത്രമല്ല, രാജപ്രൗഢിയോടെ നിൽക്കുന്ന ആ വലിയ കൊട്ടാരം ആരെയും അത്ഭുതപ്പെടുത്തും. ഇവിടെ വെച്ച് മറ്റു പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മണിച്ചിത്രത്താഴാണ് വേഗം ഓർമ്മ വരിക. മണിച്ചിത്രത്താഴിലെ കഥാപാത്രങ്ങൾ ചുറ്റിലും ഉണ്ടെന്ന് തോന്നും. പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടങ്ങളും ഈ കാണുന്ന കുളങ്ങളും എത്ര മനോഹരമാണ്. ഈ കാണുന്ന കുളിക്കടവിലേക്ക് പോകുന്ന വഴിയാണ്. ഒരുപക്ഷെ നിങ്ങൾ സിനിമയിൽ ഇതൊക്കെ കണ്ടു കാണും. ഇപ്പോൾ സന്ദർശകർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല. അവിടെ തമ്പുരാട്ടിമാർക്ക് കുളിക്കാനുള്ള വലിയൊരു മറ്റൊരു കുളമുണ്ട്. നമുക്ക് കൊട്ടാരത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. ഫോട്ടോസ് എടുക്കാം. മൊത്തം കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് സംതൃപ്തിപ്പെടാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലെത്തി. പുറത്ത് ചെരുപ്പ് ഊരി വെക്കാൻ മറ്റൊരു കെട്ടിടമുണ്ട്. കാശൊന്നും കൊടുക്കണ്ട. അതിനുശേഷം എല്ലാവരും നഗ്നപാതരായി ഈ കൊട്ടാരത്തിന് ഉൾവശത്തേക്ക് കയറാം. ഈ സ്റ്റെയർകേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴിലെ ഒരു രംഗമാണ്. ഇന്നസെൻ്റ് രാഘവോ എന്ന് വിളിച്ച് വരുന്ന സീൻ. മുകളിലേക്ക് പടി കയറുമ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഇതൊക്കെ പല ചിത്രപ്പണികളിൽ ഉണ്ടാക്കിയതാണ് ഈ വാതിലുകളും സ്റ്റെയർ കേസൊക്കെ. പിന്നെ ഒരു മനോഹരമായ കണ്ണാടിയുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ്. രാജകുടുംബക്കാർക്ക് ഈ മട്ടുപ്പാവിലിരുന്ന് ദൂരെയുള്ള കാഴ്ചകൾ കാണാം. കാരണം ഇത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണല്ലോ. ഇനി നമ്മൾ കാണുന്നത് രാജസദസ്സാണ്. അതായത് രാജാവിൻ്റെ സിംഹാസനം. പിന്നെ മറ്റു മന്ത്രിമാരുടെയൊക്കെ സിംഹാസനങ്ങൾ സൈഡിലായി ഉണ്ട്. കൊട്ടാരത്തിനുള്ളിലുള്ള തറ മനോഹരമാണ്. ഇതാണ് കൊട്ടാരത്തിലെ ആദ്യത്തെ
ലിഫ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തതാണ്. ഈ കൊട്ടാരത്തിലെ ഓരോ വഴിയും കോറിഡോറും നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഓരോന്നായി പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ, തറകളൊക്കെ എന്ത് ഭംഗിയിലാണ് നല്ല മാർബിളിട്ട് ഭംഗിയാക്കിയത്. പിന്നെ മരത്തടിയിൽ പണിത ഒരുപാട് സ്റ്റെയർ കേസുകൾ, പലതും സന്ദർശകർ അങ്ങോട്ട് പോകാതിരിക്കാൻ മരപ്പടികൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഈ ഉദ്യാനം കാണാൻ അതിമനോഹരമാണ്. പിന്നെ പ്രധാന വേറൊരു വിശേഷം, ഇവിടെ ആനയുടെ ഒരു പ്രതിമ മരത്തിൽ കൊത്തിയെടുത്തത് പ്രശസ്തനായ ഒരു ആശാരി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അത് ആദ്യം കൊട്ടാരത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ഇപ്പോൾ വേറൊരു റൂമിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. താഴെ നോക്കുമ്പോൾ മറ്റ് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം. തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങളും ഉണ്ട്. അത് മറ്റ് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ഉദാഹരണം സ്വർണം, അവിടുത്തെ പലതരത്തിലുള്ള ഡയമണ്ട്സ്, പിന്നെ ഒത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ കെട്ടിടം വേറെ തന്നെയാണ്. നമ്മൾ ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാം. ഇവിടുത്തെ ചരിത്രം, ഇവരുടെ ജീവിത രീതി, ഇവരുടെ ആചാരങ്ങൾ ഒക്കെ ആലേഖനം ചെയ്ത ഒരുപാട് ഫോട്ടോകൾ ഈ ചുമരിൽ കാണാം. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് വ്യക്തമായി വായിച്ച് ഈ ചരിത്രമൊക്കെ അറിയാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ചാരിയറ്റ്, അതായത് 4 ചക്രങ്ങളുള്ള തേരാണ്. പലതരത്തിലുള്ള തേരുകൾ ഇവിടെയുണ്ട്. രാജാക്കന്മാർ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അന്ന് അവർ ഉപയോഗിച്ച തേരുകളാണ് ഇതൊക്കെ. അതിനു മുമ്പ് രാജകുടുംബങ്ങൾ ഉപയോഗിച്ചത് പല്ലക്കായിരുന്നു. പലതരത്തിലുള്ള പല്ലക്ക് കാണാം. സ്ത്രീകൾ ഉപയോഗിക്കുന്നതും രാജാക്കന്മാർ ഉപയോഗിക്കുന്നതും എല്ലാം വേറെ വേറെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി രാജകുടുംബക്കാർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അടുത്ത് തന്നെ വേറൊരു റൂമുണ്ട്. അവിടെ രാജാക്കന്മാരുടെ കിരീടവും അവിടുത്തെ തമ്പുരാട്ടിമാർ ഉപയോഗിച്ച പലതരത്തിലുള്ള ആഭരണങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ അവിടെ ചെന്നാൽ ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. ഇനി നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം കാണാം. ഇതാണ് കൊച്ചി രാജാക്കന്മാരുടെ പതാക. അവരുടെ പതാകയിലുള്ള പല എംബ്ലം നമുക്ക് ഇതിൽ കാണാം. ഇവിടെ കൊച്ചി രാജ്യത്തിൻ്റെ മാപ്പാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. ഈ കാണുന്നത് ഓരോ രാജാക്കന്മാർ ഭരിച്ച ഓരോ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത് വായിച്ചാൽ മനസ്സിലാവും, കൊച്ചി രാജകുടുംബത്തിലെ പുരുഷന്മാർ ആണ് ഇവിടുത്തെ തമ്പുരാക്കന്മാർ. ഇതാണ് അവരുടെ പരദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, എന്തെല്ലാം ആചാരങ്ങൾ ഇവർ അനുവർത്തിച്ചിരുന്നു എന്ന് കാണാം. സ്ത്രീകൾ അന്നും മുണ്ടും നേരിയതും ആണ് ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് യുദ്ധത്തിന് ശേഷമാണ്
അവർക്ക് ബ്ലൗസ് ഇടാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. പിന്നെ അവർ വളരെ വളരെ ലളിതമായ ആഭരണങ്ങളാണ് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് കാണാം. സ്ത്രീകളും അതെ വില കൂടിയ പല ആഭരണങ്ങളും ഉണ്ടെങ്കിലും കൂടി അവർ ലളിതമായ ആഭരണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനിയുള്ള ഫോട്ടോസ് നമ്മൾക്ക് കാണുന്നത് ഇവർ കുടുംബം, അതായത് രാജാവും രാജ്ഞിയും ഒക്കെ ആയി നിൽക്കുന്ന ഫോട്ടോസാണ്. മറ്റേതാണെങ്കിൽ ഇവിടെ ബ്രാഹ്മണരാണ്. ഇവിടുത്തെ ബ്രാഹ്മണരെ അരിയിട്ട് വാഴ്ച, ഇങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്പൂതിരിമാരെയാണ് ഇവിടുത്തെ സ്ത്രീകൾ കല്യാണം കഴിക്കുക. പുരുഷന്മാർ നായർ സ്ത്രീകളെയാണ്. കാരണം ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമാണ്. പിന്നെ അവിടുത്തെ സാധാരണ ജനങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെയാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതിയിലെ അംഗങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തത്. ഇത് കൂടാതെ പഴയ കാലത്തെ മഹാരാജാക്കന്മാരുടെയും അന്യ വിദേശ രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരുടെയും അവർ നമ്മുടെ ഈ കൊച്ചി രാജാക്കന്മാരുമായിട്ടുള്ള പല കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ വാളാണ് ഇത്. ഇത് ഏറ്റവും അപ്പൻ തമ്പുരാൻ, ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു. ഈ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തത്. അപ്പോൾ ഇതോടെ ഈ തൃപ്പൂണിത്തറയിലുള്ള ഈ ഹിൽ പാലസിൻ്റെ ചരിത്രം അവസാനിക്കുന്നു. ഇതിൻ്റെ പിന്നിലായി ഒരു മാൻ വളർത്തു കേന്ദ്രവും കുട്ടികളുടെ പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ മഴ കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നു.